എല്ലാവർക്കും നമസ്കാരം. വിശ്വാമിത്ര മഹർഷി ശ്രീരാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്കായി കൊണ്ടുപോവുകയാണ്. യാഗരക്ഷ എന്ന ദൗത്യം പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞ് ജനക രാജധാനിയിലേക്ക് കൊണ്ടുപോകുന്നിടം വരെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ജനക രാജധാനിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ത്രയംബകം വില്ലൊടിക്കുക, സീതയെ വേൾക്കുക, ഇതൊക്കെയാണ് കഥ അവിടെ വരുന്നത്. പക്ഷെ നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടി പ്രാധാന്യത്തോടെ ജനകന്റെ കഥ പറയാമെന്ന് തോന്നുന്നു. നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും ശ്രീരാമന്റെ അച്ഛൻ ദശരഥനെ കുറിച്ചാണ് എല്ലായിടത്തും നമ്മൾ പരാമർശിച്ച് കാണാറുള്ളത്. പക്ഷെ ഒന്ന് ആലോചിച്ചാൽ ദശരഥന് ശാന്ത എന്ന് പറയുന്ന ഒരു മകളുണ്ടായിരുന്നു കൗസല്യയിൽ, അല്ലേ? ഈ ശാന്തയെ വളർത്താൻ കൊടുത്തു അംഗരാജ്യത്തിൽ. എന്നിട്ട് പുത്രന്മാർ വേണം എന്ന ആഗ്രഹത്തിലാണ് പുത്രകാമേഷ്ടി യാഗം നടത്തുന്നത്. മറിച്ച് ജനകന്റെ കാര്യമെടുത്താൽ ജനകന് സീതയെ സ്ഥിതത്തിൽ നിന്ന് കിട്ടുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടിയെ ഒരു ആൺകുട്ടിയുടേത് പോലുള്ള എല്ലാ ആയോധന മുറകളും എല്ലാ തരത്തിലുള്ള അഭ്യാസങ്ങളും എല്ലാം പഠിപ്പിച്ച് ഒരു ആൺകുട്ടിയെ പോലെ ധൈര്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി പരിശീലിപ്പിച്ചാണ് ആ കുട്ടിയെ വളർത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു താരതമ്യം നമ്മൾ നടത്തിയാൽ ജനകന് ദശരഥനേക്കാൾ ചിലപ്പോ പ്രാധാന്യം വരേണ്ടതാണല്ലേ, രാജർഷി. അപ്പോൾ ജനകനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ടീച്ചർ, ഇത് ജനകന്റെ കഥ പറഞ്ഞു തരാമോ? ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമായി പോയി. കാരണം ജനകനെ കുറിച്ച് നമ്മളാരും അങ്ങനെ പറയാറില്ല. നിമി എന്ന് പറഞ്ഞൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ഇക്ഷ്വാകുവംശത്തിൽ തന്നെയാണ്. നല്ലവൻ തന്നെ എല്ലാം കൊണ്ടും. അദ്ദേഹത്തിന് യാഗം ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ യാഗം ചെയ്തു. യാഗത്തിന് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ രാവണം, ഇതിന്റെ യജ്ഞാചാര്യൻ, ഋത്വിക്കാര് വേണം. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ, വസിഷ്ഠനെ പോയി കണ്ടു. അപ്പോൾ വസിഷ്ഠ മഹർഷിക്ക് ആ സമയം വേറൊരു ഇതുപോലെ തന്നെ ഒരു യാഗത്തിൽ പങ്കെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം ഞാൻ വരാം എന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞു. വസിഷ്ഠൻ്റെ ആ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹം കൊട്ടാരത്തിൽ വന്നു. ഞാൻ എൻ്റെ തിരക്ക് കഴിഞ്ഞു, ഇനി നമുക്ക് യാഗമാകാം എന്ന് പറഞ്ഞപ്പം അതിനു മുമ്പ് തന്നെ ഗൗതമ മുനിയെ കൊണ്ട് ഈ നിമി യാഗം നടത്തിച്ചു. ഇത് കേട്ടപ്പം അതറിയിച്ചുമില്ല, വസിഷ്ഠനെ അറിയിച്ചുമില്ല. ഇത് കേട്ടപ്പം വസിഷ്ഠൻ, അറിയാമല്ലോ ഇവരെല്ലാം ക്ഷിപ്ര കോപികളാണ്, അദ്ദേഹത്തിന് കോപം ഉണ്ടായി. നീ വിദേഹനായി പോട്ടെ എന്ന് ശപിക്കുക. ഉടൻ തന്നെ താഴെ വീണു, ദേഹം പോയി, വിദേഹനായി. അപ്പം മക്കളില്ല, അദ്ദേഹത്തിന് മക്കളായിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അവിടുത്തെ മറ്റ് മഹർഷിമാരും എല്ലാം കൂടെ ചേർന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ശരീരം കടഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്നൊരു കുഞ്ഞുണ്ടായി. കഥകൾ ഇങ്ങനെയാണ്. ആ കുഞ്ഞിനെ മിഥി ജനകൻ എന്ന് പേരിട്ട ഇതിൽ മഥിച്ച് കിട്ടിയത് കൊണ്ട് മിഥി എന്ന് പേരിട്ടു. മിഥി ജനകൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പൊ പിന്നീട് ഈ വംശമാണ് മിഥിലെ ആകുന്നത്. അതുപോലെ തന്നെ വിദേഹൻ ആയി പോട്ടെ എന്ന് ശാപം കിട്ടിയതുകൊണ്ട് വിദേഹ രാജ്യമെന്നും, സീതാദേവിക്ക് ഒരു പേരുണ്ടല്ലോ, വൈദേഹി എന്നൊക്കെ പേര് കിട്ടുന്നത് അങ്ങനെയാണ്. എന്നിട്ട് ഇദ്ദേഹം തുടർന്ന് വന്ന് എല്ലാവരും ജനകൻ എന്ന ഒരു പേരിൽ അറിയപ്പെട്ടു. അവരുടെ ഒരു സ്ഥാനപ്പേരായിട്ട് മാറി. സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ പേര്, ഈ സീതയുടെ അച്ഛന്റെ പേര് ശീരധ്വജൻ എന്ന, കുശധ്വജൻ, ശീരധ്വജൻ. പക്ഷെ എല്ലാവരും ജനകൻ എന്നറിയിച്ചു, ജാനകി എന്ന് പറയുന്നു. അതുപോലെ സത്യത്തിൽ ജനകന്റെ മകളല്ല, ഊർമിളയാണ് ജാനകി ആവേണ്ടത്. പക്ഷെ ഇവിടെ സീതയാവും. ഈ മോള് പറഞ്ഞ മാതിരി ദശരഥന് ആൺകുഞ്ഞ് വേണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു. ഇദ്ദേഹം അത് ആഗ്രഹിച്ചില്ല. പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് തൃപ്തിപ്പെട്ടു. അദ്ദേഹത്തിന് എൻ്റെ ഭാര്യയെക്കുറിച്ച് രാമായണത്തിൽ പരാമർശിക്കുന്നില്ല, മഹാഭാരതത്തിൽ ശാന്തിപർവത്തിലാണ് ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ച്, ജനകന്റെ ഭാര്യ സുനയന എന്നും സുലോചന, ഇവർ രണ്ടുപേരും പരാമർശമുള്ളത് അതിനകത്താണ്. ഈ ഉണ്ടായ ഉഴവുചാലിൽ നിന്നും കിട്ടിയ സ്വന്തം കുഞ്ഞല്ല ഇരുന്നിട്ട് പോലും സീതയെ എല്ലാം പഠിപ്പിച്ചു. വിദ്യാപാരംഗതയായിരുന്നു. അശ്വ അഭ്യാസം അറിയാം, അതുപോലെ തന്നെ ഈ ആയുധമുറകൾ എല്ലാം അറിയാം. ഈ ത്രയംബകം പൊക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വീരശുൽക്കയാക്കി അങ്ങനെ പന്തയത്തിൽ ജയിക്കുന്ന ആളിനെ കൊടുക്കൂ എന്നിട്ട് കേൾക്കാം. സീതയ്ക്ക് ഇവിടെ ബാല്യത്തിൽ കൊടുക്കുന്ന ഈ ശിക്ഷണങ്ങൾ ഒക്കെ കൊണ്ട് പരിപൂർണയായ ഒരു ഭാര്യ, ഒരമ്മ, ഇതിനൊക്കെയുള്ള പ്രാപ്തി ഉണ്ടാക്കി. പഞ്ചകന്യകമാരില് ആദ്യത്തെ പേര് സീതയുടെയാണ്. അങ്ങനെ ഒരു ഉയരത്തിലേക്ക് ഇദ്ദേഹം കൊണ്ടുവന്നു. അതേസമയം വനയാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് സീത എങ്ങനെ ഈ വനത്തിലെ കഷ്ടപ്പാടുകൾ സഹിക്കുമെന്ന് ചോദിക്കുമ്പോൾ അന്ന് പറഞ്ഞിരുന്നു, എന്റെ അച്ഛൻ എന്നെ എല്ലാത്തിനും പ്രാപ്തിയുള്ള
പറയുന്നുണ്ട്. എന്നിട്ട് അതെ നേരെ മറിച്ച് ദശരഥൻ ആലോചിച്ച് നോക്കണം, മോള് പറഞ്ഞല്ലോ ശാന്ത അതെ. അദ്ദേഹത്തിന്റെ മകളാണ് ശാന്ത, കൗസല്യയിൽ ജനിച്ച മകളാ. എന്നിട്ട് ഈ ശാന്തയെ ദത്ത് കൊടുക്കുന്ന എന്തിനാന്നറിയാമോ? അവിടെ ഋഷ്യശൃംഗൻ വരും. ഇതെല്ലാം ആദ്യം പറഞ്ഞിരുന്നു ആ കഥ, നേരത്തെ പറഞ്ഞ ഋഷ്യശൃംഗൻ വരും, ഈ ഇവളെ കല്യാണം കഴിക്കും, അവരാണ് ഈ പുത്രകാമേഷ്ടി നടത്തേണ്ടത്. നമുക്കറിയാം ഋഷ്യശൃംഗൻ എങ്ങനെയാ, എന്തുമാത്രം അപകടകരമായ ഒരു കൊണ്ടുവരവായിരുന്നു ഋഷ്യശൃംഗൻ്റെത്. അത്രയും അപകടം ഉണ്ടെന്നറിഞ്ഞിട്ടും തൻ്റെ മകളെ ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിട്ടില്ല. എന്തിനു വേണ്ടിയാ? പുത്രൻ വേണം, അതിനു വേണ്ടിയിട്ട്. അങ്ങനെ യാഗം നടത്തുകയും ഈ കുഞ്ഞുങ്ങളെ ജനിക്കുകയും അങ്ങനെ അദ്ദേഹം വളരെ സന്തുഷ്ടനാവുകയും ചെയ്യുന്ന ഒരു കഥ. ഇതേ ആള് ഈ ശാന്തയെ കൊടുക്കാൻ തിരക്ക് കൂട്ടിയ ആള് ഈ വിശ്വാമിത്ര മഹർഷി രാമനെ കൊണ്ടുപോകാൻ വരുമ്പോൾ പറയുന്ന ഒഴികഴിവുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും നമ്മൾ കണ്ടതാണ്. അവസാനം വസിഷ്ഠൻ ഇടപെട്ടാണ് അതും പരിഹരിച്ച് അദ്ദേഹത്തിനെ പറഞ്ഞു വിടുന്നത്. പക്ഷെ നമുക്കറിയാം ക്ഷണ മാത്രമേ ഉള്ളെങ്കിലും ജ്വലിച്ച് നിൽക്കുന്ന ആളുകൾ എപ്പോഴും എല്ലായിടത്തും എല്ലാ കഥകളിലും കാണാം. അങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന ഒരാളാണ് ജനകൻ. ഇദ്ദേഹം ചക്രവർത്തി ആയതേ ഉള്ളൂ, ദശരഥ മഹാരാജാവ്. അതേസമയത്ത് രാജർഷിയാണ്. ഈ ഇദ്ദേഹത്തിന്റെ ഈ നന്മകൾ കേട്ടറിഞ്ഞിട്ട് ഒരിക്കൽ യമദേവൻ അദ്ദേഹത്തിനെ അങ്ങോട്ട് വിളിച്ചു, സ്വർഗത്തിലേക്ക് വിളിച്ചു. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചെല്ലുമ്പം ആദ്യം നരകം കഴിഞ്ഞ് വേണമല്ലോ അങ്ങോട്ട് പോവാൻ. അവിടെ ചെന്ന് കുറേ സമയമായിട്ട് അദ്ദേഹത്തിനെ കാണുന്നില്ല. ഈ യമരാജ് താമസിച്ചപ്പോൾ തിരക്കി വന്നു. തിരക്കി ഇവിടെ വരുമ്പോ ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ് വെറുതെ. അവിടെ ഒരുപാട് ഈ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുണ്ട് നരകത്തില്. അപ്പൊ അവരെല്ലാം കുറെ ശാന്തരായിട്ടിരിക്കുന്നു. എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം വരുമ്പം ഈ ചൂളയിൽ കിടന്ന് ഇവരെല്ലാം എല്ലാതും കിടന്ന് കരയുക, ഈ വേദന കൊണ്ടും പേടി നരകയാതന അനുഭവിക്കുക. ഇദ്ദേഹം ഇങ്ങനെ കടന്നു പോയപ്പോ പെട്ടെന്ന് അവർക്കൊരു ആശ്വാസം കിട്ടി. അവരവിടെ ഒന്ന് പറയണം, അങ്ങ് പോവല്ലേ, ഞങ്ങളെ വിട്ട് പോവല്ലേ, ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു. അപ്പം ഈ ഇദ്ദേഹത്തിന്റെ ഈ സാമീപ്യം പോലും അവർക്ക് നല്ല സുഖം ഉണ്ടാക്കി. അപ്പം കാലം പറഞ്ഞു, ഞാൻ മരണത്തിന്റെ ദേവൻ തന്നെ അല്ലേ, ഞാൻ ധർമ്മത്തിന്റെയും ദേവനാണ്. ഇവിടെ ഓരോ ശിക്ഷയ്ക്കും ആ കിടക്കുന്ന ഓരോരുത്തരെയും കാണിച്ചു കൊടുക്കുകയാണ്. നല്ല രസമാണ്. ഇത് ആ കിടക്കുന്നവൻ ഒരു സ്ത്രീ അച്ഛനെ കൊന്നവനാണ്, ഇത് ബലാത്സംഗം ചെയ്തയാളാണ്, ഇത് അങ്ങനെ ചെയ്ത ഇങ്ങേയറ്റം വെള്ളം കൊടുക്കാത്തവര്, നരക വർണ്ണന എന്ന് പറഞ്ഞ് രാമായണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കള്ളം പറഞ്ഞവര് നക്കിക്കുക, ദണ്ട് ചതിച്ചവർ, ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ശിക്ഷയാണിത്. ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ അളവനുസരിച്ചുള്ള ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്ങ് ഇടപെടുന്നത് ശരിയല്ല, ഇതെന്റെ വകുപ്പാണ്, അതുകൊണ്ട് അങ്ങ് ഇവിടെ നിന്നും പോണം എന്ന് പറയും. ഉടനെ പറയും, ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ സാമീപ്യം അവർക്ക് സന്തോഷം കൊടുക്കുന്നെങ്കിൽ, ആശ്വാസം കൊടുക്കുന്നെങ്കിൽ ഞാൻ അത് ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുക. ഇവരങ്ങനെ ആകാൻ കാരണം അവരങ്ങനെ പാപികളും ഇതുപോലെ ദുരാചാരവും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാജാവ് എന്നുള്ള നിലയിൽ എൻ്റെ കഴിവുകേടാണ്. ഞാൻ അവരെ വേണ്ടവണ്ണം സംരക്ഷിച്ചിരുന്നെങ്കിൽ, അവർ തെറ്റ് ചെയ്യാതെ ഞാൻ അവരെ പോറ്റിയിരുന്നുവെങ്കിൽ അവരധാർമ്മികളാവുമായിരുന്നില്ല, തെറ്റ് ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ വലിയ ചിന്തയാണല്ലേ അത്. അവരുടെ ഈ ശിക്ഷ, ഈ കുറ്റം, അത് എൻ്റെ കുറ്റമാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറാണ്. എന്താ, നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങൾ പോലും മറ്റൊരാളിൽ ചുമത്താൻ ശ്രമിക്കും. ആ സ്ഥാനത്ത് ജനകൻ ചെയ്തതല്ലേ. നമുക്ക് ഈ രാമായണത്തിലെ ഓരോന്നും ഓരോരുത്തർക്കും ഉള്ള ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഈ അഹല്യയെ ശപിക്കുന്നുണ്ട്, അല്ലാണ്ട് പെണ്ണിനെ വെറുതെ വിട്ടില്ല. തുല്യ പങ്കാളികളാണ് തെറ്റിലല്ലേ, അപ്പൊ തുല്യ പങ്കാളികളാ, ശിക്ഷ കൊടുത്തു. അതുപോലെ താടകയെ മോചിപ്പിച്ചു വിടുന്നുണ്ട്. അവിടെ ഒരു പൊതുവായ ഒരു ശത്രു വന്നാൽ അതിനെ ഉന്മൂലനം ചെയ്യണം, അവരെ അല്ലെ നന്നാക്കി എടുക്കണം, അല്ലെ ആ വനം, അങ്ങനെയും പറയുന്നുണ്ട്, താടക വനം ശ്രേയസ്കരമാക്കണം. അതാണ് നമുക്ക് തരുന്ന മെസ്സേജ് രാമായണത്തില്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അങ്ങ് ഇവിടെ നിന്ന് ഇത് മുഴുവൻ ഏറ്റോളൂ, അവരെ ഞാൻ വിടാം, അങ്ങയുടെ നന്മ അവർക്ക് കൊടുത്തിട്ട് അവരുടെ തിന്മ അങ്ങ് ഏറ്റോളൂ, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജുകളാണ് ഈ കൊടുക്കുന്നത്, സന്ദേശങ്ങളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങയെ പരീക്ഷിക്കുകയായിരുന്നു, അങ്ങ് പൂർണ്ണമായിട്ടും രാജർഷി പദവിയിലെത്തിയിരിക്കുന്നു, അങ്ങേക്ക് ഭൂമിയിലേക്ക് മടങ്ങിപ്പോവാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ തിരിച്ചു വിടുകയാണ്. അതാണ് ജനകനെ നമ്മൾ കുറച്ചേ കാണുന്നുള്ളൂ, എങ്കിൽ പോലും അദ്ദേഹം ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് നമ്മൾ അറിയുന്നത്.
ജനകനെ കുറിച്ച് നമ്മൾ അറിയാത്ത എത്ര കഥകളാണല്ലേ ടീച്ചർ പറഞ്ഞു തന്നത്. ഒന്ന് ആലോചിച്ചാല് ഈ ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനകന്റെ കഥയിലൂടെ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്ന് കാട്ടിത്തരികയാണ് രാമായണം നമുക്ക്. അതുപോലെ തന്നെ ശ്രീരാമന്റെ കാര്യം പറഞ്ഞാലും ശ്രീരാമൻ താടകയെ വധിച്ചതിലൂടെ ഒരു രാജാവ് എങ്ങനെയായിരിക്കണം, നീതിയുടെ ഒപ്പം എങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ ധർമ്മത്തെ എങ്ങനെ പരിപാലിക്കണം എന്നൊക്കെ വിശ്വാമിത്രൻ ശ്രീരാമന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഋഷിമാരെ സംരക്ഷിക്കുന്നത്, യാഗരക്ഷ നടത്തുന്നത്, ഇതെല്ലാം തന്നെ വിശ്വാമിത്രൻ ശ്രീരാമന് കൊടുക്കുന്ന പരിശീലനമാണ്. ഇവിടെ ജനക രാജധാനിയിൽ സീതാദേവി ഒരു ലൗകിക ജീവിതം എങ്ങനെയാണെന്ന് പഠിച്ചിരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്രനിലൂടെയാണ് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ് ഒരു രാജാവ് നയിക്കേണ്ടത് എന്ന് പരിശീലിക്കുന്നത് അല്ലേ. അതാണ് നമ്മൾ കണ്ടത്. പിന്നെ അഹല്യ മോക്ഷത്തിലൂടെ തന്നിലെ പരമ്പൊരുളിനെ തിരിച്ചറിയാനും വിശ്വാമിത്രൻ സഹായിക്കുന്നു. എന്നാൽ മാത്രമേ ത്രയംബകം തൊടാനോ അത് കുലയ്ക്കാനോ സീതാദേവിയെ വിവാഹം കഴിക്കാനോ ഒക്കെ ശ്രീരാമന് സാധിക്കൂ, അല്ലെങ്കിൽ ശ്രീരാമന് തിരിച്ചറിവുണ്ടാകൂ എന്നുള്ള കാര്യം കൂടി വിശ്വാമിത്രൻ കാട്ടിത്തരികയാണ്. ഇനി അടുത്ത ദിവസം അടുത്ത കഥയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.